നമസ്കാരം. തോംസൺ പുതുതായിട്ട് അവതരിപ്പിച്ച ഫീനിക്സ് സീരീസിൽപ്പെട്ട ടി വിയാണിത്. നമുക്കറിയാം തോംസൺ എന്നുള്ളതൊരു ഫ്രഞ്ച് ബ്രാൻഡാണ്. പക്ഷേ ഈ ടി വി നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും ഇന്ത്യയിലാണ്. ഇതൊരു QLED ടി വി ആണെന്നുള്ളതാണ്. ഇത് കൃത്യം പറയുകയാണെങ്കിൽ Q55H1001 എന്നുള്ള മോഡലാണ്. ടി വിയുടെ പ്രൈസ് വളരെ അഫോർഡബിൾ ആണ്. 39,000 ആണ് ഈ ഒരു ടി വി വരുന്നത്. ഇത് 55 ഇഞ്ച് ടി വി ആണ്. മേജർ ബ്രാൻഡ്സായ സാംസങ് അല്ലെങ്കിൽ സോണി ഇത്തരത്തിലുള്ള ഒരു ബ്രാൻഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ QLED ടെക്നോളജിയിലുള്ള ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 1 lakhലാണ്. അപ്പോൾ തോംസൺ ഇത്രയും അഫോർഡബിൾ ആയ പ്രൈസിൽ ഇങ്ങനെ ഒരു ടി വി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ടി വിയുടെ പ്രത്യേകത. അപ്പോൾ ഈ ടി വിയുടെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എല്ലാവർക്കും സ്വാഗതം. 128 വർഷത്തെ പാരമ്പര്യമാണ് തോംസൺ പറയുന്നത്. ഫ്രഞ്ച് ബ്രാൻഡാണ് തോംസൺ. ഇന്ത്യയിൽ തോംസന്റെ ബിസിനസ് വർദ്ധിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. മെറ്റലിന്റെയും പോളികാർബണേറ്റിന്റെയും സപ്പോർട്ടോടെയാണ് ടി വി നിർമ്മിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള മിനിമലിസ്റ്റിക് ഡിസൈൻ ആണ്. ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ഇതിന്റെ ഫ്രെയിം മെറ്റൽ ആണ്. അതുപോലെ തന്നെ ടിവിയുടെ സ്റ്റാൻഡ് മെറ്റലായിട്ട് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ 3 HDMI പോർട്ടാണ് വരുന്നത്. അതുപോലെ USB 2.0 പോർട്ടും എതർനെറ്റ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഓഡിയോ ലോസ് ഇല്ലാതെ ഓഡിയോ ഔട്ട് എടുക്കാനായിട്ട് SBDF പോർട്ടും കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5ന്റെ സപ്പോർട്ടാണ് ടി വി നൽകുന്നത്. അതുപോലെ ഡ്യുവൽ ബാൻഡ് വൈഫൈയുടെ സപ്പോർട്ട് 2.4 GHz 5 GHz ബാൻഡിന്റെയും സപ്പോർട്ട് വൈഫൈയിൽ വരുന്നുണ്ട്. ക്വാണ്ടം ഡോട്ട് ടെക്നോളജിയാണ് ഡിസ്പ്ലേക്കായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം VA പാനലിന്റെയോ അല്ലെങ്കിൽ IPS പാനലോ ഉപയോഗിക്കുന്നതിനേക്കാൾ മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റിയും കളർ റീപ്രൊഡക്ഷനും എല്ലാം QLED ടി വി നൽകും. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ സാധിക്കും, ഇത് HDR സപ്പോർട്ട് ചെയ്യുന്ന പാനലാണ്. അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാലും സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ റൺ ചെയ്യുന്നതിന് 4K 60 frames per secondലാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്പ്ലേ ആൻഡ് സൗണ്ട് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ പിക്ചർ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ അതുപോലുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് നേരിട്ട് ഇവിടെ നിന്ന് തന്നെ കസ്റ്റമൈസ് ചെയ്യാം. ഇത് കൂടാതെ ഇതിൻ്റെ പിക്ചർ മോഡ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ധാരാളം പ്രീസെറ്റ്സ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നത് എനർജി സേവിംഗ് എന്നുള്ള പ്രീസെറ്റ് ആണ്. അപ്പോൾ അത് മാറ്റി നമുക്ക് വിവിഡ് ആക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ ടോണിലേക്ക് വരണമെങ്കിൽ സ്റ്റാൻഡേർഡ് ആക്കാം. മൂവി മോഡുണ്ട്, സ്പോർട്ട് മോഡുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള യൂസർ മോഡും അവൈലബിൾ ആണ്. 600 nits ബ്രൈറ്റ്നസ് ആണ് ടി വി സപ്പോർട്ട് ചെയ്യുന്നത്. 1.1 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുമെന്ന് തോംസൺ പറയുന്നു. മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിൽ കൂടെ ഇതിൻ്റെ ബ്ലാക്ക് ഏരിയയിൽ അല്പം വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് എന്നുള്ളത് പറയണം. ഇങ്കി ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. എങ്കിൽ പോലും നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെ നമുക്ക് ടി വിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓഡിയോ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും തോംസൺ ടി വി മികച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഡോൾബി വിഷന്റെയും ഡോൾബി അറ്റ്മോസിന്റെയും സപ്പോർട്ട് ടി വിയിൽ കൊടുത്തിട്ടുണ്ട്. DTS ട്രൂ സറൗണ്ട് എന്നുള്ള ഓഡിയോ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ സ്റ്റാൻഡേർഡ്, സ്പോർട്ട്, മൂവി, മ്യൂസിക് എന്നീ ഈക്വലൈസർ മോഡുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 40 വാട്ട്സിന്റെ സൗണ്ട് സ്പീക്കർ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി പറയുകയാണെങ്കിൽ 40 വാട്ട്സിന്റെ സ്പീക്കർ അത്യാവശ്യം ഓഡിയോ നൽകുന്നുണ്ടെങ്കിൽ പോലും അല്പം ഫ്ലാറ്റ് ആണ് ഓഡിയോ. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയ സൗണ്ട് ബാറോ അതുപോലെ ഹോം തിയേറ്ററോ എന്തെങ്കിലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇതിന്റെ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ MediaTekന്റെ പ്രോസറാണ് ഇതിൽ വരുന്നത്. MT9602 പ്രോസർ വരുന്നു. മാലി G52ന്റെ ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. 16 GB ആണ് ഇന്റേണൽ മെമ്മറി വരുന്നത്. 2 GB റാം വരുന്നുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ടി വി നൽകുന്നത്. നാവിഗേഷൻ എല്ലാം വളരെ സ്മൂത്ത് ആണ്. യാതൊരു വിധത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഇല്ല. 4K റെസൊല്യൂഷൻ വരെ ഈസി ആയിട്ട് ടി വി കൈകാര്യം ചെയ്യും. അതിനുള്ള പെർഫോമൻസ് കിട്ടത്തക്ക വിധമുള്ള അനുയോജ്യമായ പ്രോസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ OS കുറിച്ചാണ് ഇനി പറയേണ്ടത്. പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത് Android 11 ബേസ്ഡ് ആയിട്ടുള്ള Google TV OS ആണ്. ഇപ്പോൾ Google TV ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് ബാനറിൽ മേജർ ആയിട്ടുള്ള OTT പ്ലാറ്റ്ഫോംസിൽ ഹിറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അവിടെ ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂസ് ഒക്കെ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അത്തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആപ്പിൾ എയർപ്ലേയുടെ സപ്പോർട്ടും ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ടി വിയിൽ വരുന്നുണ്ട്. ക്രോംകാസ്റ്റ് ബിൽറ്റിനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ മൊബൈലിൽ കാണുന്ന വീഡിയോസ് എല്ലാം ടി വിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കാസ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് സാധിക്കും. ടി വിയുടെ റിമോട്ട് നോക്കുകയാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള മിനിമലിസ്റ്റിക് റിമോട്ട് തന്നെയാണ്. ഗൂഗിൾ അസിസ്റ്റന്റിനായി ഡെഡിക്കേറ്റഡ് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ സെറ്റിംഗ്സിലേക്ക് പോകാനുള്ള ബട്ടൺ, ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. വോളിയം കൺട്രോൾ ചെയ്യാനും മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നെറ്റ്ഫ്ലിക്സിനും പ്രൈം വീഡിയോയ്ക്കും യൂട്യൂബിനും ഡെഡിക്കേറ്റഡ് ആയ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ അഡീഷണൽ ആയി ഒരു ബട്ടൺ കൂടി വരുന്നുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ ഇതിലേക്ക് ലിങ്ക് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും.
39,000 ഒരു ടി വി ഓൺലൈനിൽ അവൈലബിൾ ആണ്. മികച്ച നിർമ്മാണ നിലവാരം പുലർത്തുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള QLED ടി വി ആണിത്. ഈ ഒരു പ്രൈസിന് QLED ടി വി പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡ്സ് വളരെ കുറവാണ്. ബഡ്ജറ്റ് ടൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്കൊരു QLED ടി വി വാങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.